നമസ്കാരം. നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രസ് മീറ്റിൽ അദ്ദേഹം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ മാറ്റിവെച്ച് കഴിഞ്ഞാലും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് അങ്ങോട്ട് ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അദ്ദേഹത്തെ കാണാനായി വന്ന ഒരാളെ ഒരു 75 വയസ്സായ വന്ധ്യവയോധികയായ ഒരു സ്ത്രീയെ പോലീസുകാർ അതിക്രമിച്ചു എന്ന് പറഞ്ഞിട്ടൊരു പരാതി ഉയർന്നു. പക്ഷേ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എന്ന് വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. പോലീസുകാർ വളരെ സ്നേഹപൂർവ്വം ആ വയോധികയെ അവിടെ നിന്ന് വിളിച്ച് ഓട്ടോറിക്ഷയിൽ കയറ്റി റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ട് ടിക്കറ്റ് എടുത്ത് ട്രെയിൻ കയറ്റി വിട്ടു എന്നാണ് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം. പക്ഷേ അങ്ങനെയാണെങ്കിൽ അങ്ങനെ മുഖ്യമന്ത്രിയുടെ പോലീസ് ഉപദ്രവിച്ചു എന്നുള്ള നിലയിൽ നിന്നുകൊണ്ടൊരു പരാതി ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ വൃദ്ധയെ സംബന്ധിച്ചിടത്തോളം കാര്യമായ എന്തോ തകരാറുണ്ട് എന്നുള്ള നിലയിലാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്ന് വ്യക്തം. രണ്ടാമത്തെ കാര്യം, കൊല്ലത്ത് ഇവിടെ ഉണ്ടായ കുണ്ടറയിൽ ഒരു ചെറുപ്പക്കാരനെ ഒരു പോലീസ് അട്രോസിറ്റീസ് അല്ലെങ്കിൽ പോലീസിൻ്റെ അതിക്രമം കാരണം ജീവൻ വെടിയേണ്ടി വന്നു. അതായത് പോലീസുകാർ ക്രൂരമായി മർദ്ദിച്ചു. തൊട്ടടുത്തുള്ള ഒരു 13 വയസ്സുകാരൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ പാവപ്പെട്ട ഒരാളെ, ഡ്രൈവറോ മറ്റോ ആണ്, അദ്ദേഹത്തെ വിളിച്ച് പോലീസ് കൊണ്ടുപോകുന്നത്. പോലീസ് ജീപ്പിൽ കയറുമ്പോൾ മുതൽ തുടങ്ങിയ ഇടിയാണ്. എന്താണ് അവരുടെ അജണ്ട, പോലീസിൻ്റെ അജണ്ട എന്നുള്ള അറിയില്ല. ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരാളാണ് ഉപദ്രവിച്ചത്. അതോടൊപ്പം ഈ പറയുന്ന പിടിയിലായ ആ ചെറുപ്പക്കാരൻ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാൾ കൂടിയാണ്. കാര്യമായി ഉപദ്രവിക്കുന്നു, വാരിയലിന് ക്ഷതമേൽക്കുന്നു, നട്ടലിൽ പഴുപ്പ് കയറുന്നു. എന്നിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അവിടെ കുറച്ച് ദിവസം ട്രീറ്റ്മെൻറ്റിൽ ഇരുന്നതിന് ശേഷം ആ ചെറുപ്പക്കാരൻ മരണപ്പെടുകയും ചെയ്യുന്നു. ഈ വിഷമത്തിൽ സ്വന്തം അയാളുടെ മകൾ നേരെ പോലീസിനെ വിളിക്കുന്നു. ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു പോലീസിനെ വിളിച്ചിട്ട് പറയുന്നു, ഞാൻ കരഞ്ഞുകൊണ്ട് കേണപേക്ഷിച്ചുകൊണ്ട് ആ കുട്ടി പറയുകയാണ്, ഞാൻ പറഞ്ഞതല്ലേ അച്ഛന് വയ്യാത്ത ഒരാളാണ്, ഉപദ്രവിക്കല്ലേ ഇടിക്കല്ലേ എന്ന് പറഞ്ഞിരുന്നില്ലേ, എന്നിട്ട് നിങ്ങൾ എൻ്റെ അച്ഛനെ ഉപദ്രവിച്ചില്ലേ, അച്ഛൻ പോയി എന്ന് ആ പോലീസുകാരനോട് പറയുകയാണ്. പിന്നീട് പോലീസിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ അവിടെ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തേക്ക് വരുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബാധിച്ചിട്ടാണ് ഈ ആൾ മരണപ്പെട്ടത് എന്ന് മുഖ്യമന്ത്രി അവിടെ ഇരുന്നുകൊണ്ട് പത്രസമ്മേളനത്തിൽ വാദിക്കുന്നു. അതിനുശേഷം ഈ പറയുന്ന ഇനി ബാക്കിയുള്ള പോലീസ് ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കുന്നു. ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിച്ചതിന് ശേഷം നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇവിടെ നമുക്കറിയാം, ഈ പോലീസുകാർ കുറ്റക്കാരാവുന്ന കേസുകളിൽ എത്ര നാളാണ് അല്ലെങ്കിൽ എത്രത്തോളമാണ് അവരെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർക്കെതിരായി ഒരു കേസ് വരിക എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഉദയകുമാർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഉരുട്ടിക്കൊന്ന നാടാണ് നമ്മുടെ കേരളം. അതും കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിലാണ്. രാജൻ എന്ന് പറയുന്ന ഒരാളെ ഉരുട്ടിക്കൊന്നതാണ് കരുണാകരൻ്റെ പോലീസ്, അതും നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ അവർക്കൊക്കെ എന്ത് നീതിയാണ് കിട്ടിയത് എന്ന് ചോദിച്ചാൽ അവർക്കാർക്ക് നീതി കിട്ടാൻ ഒരുപാട് കാലം എടുക്കേണ്ടി വന്നു. ഉദയകുമാറിൻ്റെ അമ്മയ്ക്ക് എത്ര കാലം കഴിഞ്ഞതിന് ശേഷമാണ് ആ ഒരു നീതി ലഭിക്കുന്നത്? അപ്പോൾ പോലീസ് എക്കാലവും കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ UDF അധികാരത്തിലിരിക്കുന്ന കാലത്ത് പോലീസ് ഇത്തരത്തിൽ നരഹത്യ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഇവിടെ AK ആൻ്റണി അധികാരത്തിലിരിക്കുന്ന സമയത്താണ് മുത്തങ്ങയിൽ അത്രയും വലിയൊരു സംഭവം നടക്കുന്നത്. AK ആൻ്റണി അധികാരത്തിലിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമുക്കറിയാവുന്ന ശിവഗിരി ആശ്രമത്തിൽ അവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ആശ്രമത്തിൽ അവിടെ പ്രശ്നമുണ്ടാകുന്നത്. അവിടുത്തെ സന്യാസിമാരെ ബൂട്ടിട്ട് ചവിട്ടിയത് AK ആൻ്റണി അധികാരത്തിലിരിക്കുന്ന കാലഘട്ടത്തിലായിരുന്നു. ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ UDF കാലഘട്ടത്തിലെ പോലീസിൻ്റെ നരനയാട്ടുകൾ നമുക്കറിയാം. അതുപോലെ കൂത്തുപറമ്പ് സംഭവം നടക്കുന്നത് ആരുടെ കാലഘട്ടത്തിലാണ് നമുക്കറിയാം. അവിടെയുള്ള 5 DYFIക്കാരെ വെടിവെച്ച് കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത് എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം. ഇപ്പോൾ UDFൻ്റെ കാലഘട്ടത്തിൽ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന നരനായാട്ടുകൾ എല്ലാ കാലത്തും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പോലീസുകാരെ അഴിച്ചുവിടുക എന്ന് പറയുന്ന ഒരു സമീപനം ഈ പറയുന്ന UDFൻ്റെ ഭരണകാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരുന്നാലും, ഉമ്മൻചാണ്ടി ആഭ്യന്തരം കൈകാര്യം ചെയ്താലും, രമേശ് ചെന്നിത്തല ആഭ്യന്തരം കൈകാര്യം ചെയ്താലും, ഇനിയല്ല K കരുണാകരൻ ആഭ്യന്തരം കൈകാര്യം ചെയ്താലും, AK ആൻ്റണി ആഭ്യന്തരം കൈകാര്യം ചെയ്തിരുന്ന കാലത്തും ഇത് തന്നെ നമ്മുടെ കേരളത്തിൽ തുടർക്കഥയാണ്. ഇനിയും നിരവധി പേരെ ഒരുപക്ഷെ പോലീസ് അതിക്രമത്തിലൂടെ കൊലപ്പെടുത്താനുള്ള സാധ്യത നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വയ്ക്കുന്നത്. ഇനി നമ്മൾ ആലോചിച്ച് നോക്കൂ, അതിനെക്കുറിച്ച് അത് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. അതായത് അത് ചർച്ച ചെയ്യപ്പെടേണ്ടത് രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമല്ല, മറിച്ച് മാനുഷികമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ പോലീസിൻ്റെ അട്രോസിറ്റീസ്, പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അതിക്രമം. എന്നാൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അതിന് പൂർണ്ണമായി മറുപടി പറയാതെ അതിനെ വേറൊരു തലത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ചോദിക്കുമെന്ന് പ്രതീക്ഷിച്ചു. എന്ത് ചോദിക്കുമെന്ന് പ്രതീക്ഷിച്ചു? നമ്മുടെ CPM കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചോദിക്കുമെന്ന് പ്രതീക്ഷിച്ചു. ഏത് ചോദ്യം?
ഇവിടെ ഈ പ്രീണനം നടന്നിട്ടുണ്ട്, അതായത് ന്യൂനപക്ഷ വിരുദ്ധത കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് ചോദ്യം ചോദിക്കും എന്നാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി കരുതിയത്. CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കഴിഞ്ഞ കാലഘട്ടത്തിൽ കഴിഞ്ഞ ഒരു 10 വർഷക്കാലം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷക്കാലം എടുത്തോളൂ, കാര്യം ഒരു 5 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും തുടർഭരണത്തിലേക്ക് വന്നായിരുന്നല്ലോ, ആ കഴിഞ്ഞ 5 വർഷക്കാലം CPM എന്ന് പറയുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാർ എടുത്ത ഈ ഹൈന്ദവ പ്രീണനത്തെക്കുറിച്ച് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഉയർന്ന വിമർശനത്തെക്കുറിച്ച് എന്തിനാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിക്കേണ്ടത്? അതൊരു ആവശ്യമുള്ള കാര്യമേ അല്ല. കാര്യം അത് CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, LDFൻ്റെ പോലുമല്ല, CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്, ആഭ്യന്തരമായി ഉയർന്ന വിമർശനമാണ്. ആ ആഭ്യന്തര വിമർശനത്തെക്കുറിച്ച് ചോദിക്കേണ്ടത് ഒന്നിൽ MA ബേബിയോട് ചോദിക്കണം, അതല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷിനോട് ചോദിക്കണം, അതുമല്ലെങ്കിൽ പിണറായി വിജയനോടാണ് ചോദിക്കേണ്ടത്, അല്ലെങ്കിൽ M സ്വരാജിനോടോ P രാജീവിനോടോ മുഹമ്മദ് റിയാസിനോടോ ചോദിക്കേണ്ട ചോദ്യമാണ്. അല്ലെങ്കിൽ പിന്നെ ഇതിന് കാരണക്കാരനായ യോഗി ആദിത്യനാഥിൻ്റെ പ്രസംഗം വായിച്ച VN വാസവനോട് വേണമെങ്കിലും ചോദിക്കാവുന്നതേ ഉള്ളൂ. പകരം എന്തിനാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന UDFൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന, കോൺഗ്രസിൻ്റെ നേതാവായിരിക്കുന്ന ഒരാളോട് ചോദിക്കേണ്ട ആവശ്യം? അങ്ങനെ ഒരു ആവശ്യമേ ഇല്ല. അപ്പോഴവിടെ അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ച ചില കാര്യങ്ങൾ, കഴിഞ്ഞ സർക്കാർ ന്യൂനപക്ഷ വിരുദ്ധരായിരുന്നു എന്ന് പറയുന്ന വി ഡി സതീശൻ പ്രചരിപ്പിച്ചുകൊണ്ട് കടന്ന ഒരു കള്ളപ്രചരണം സത്യമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് വി ഡി സതീശൻ അപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. അല്ലാതെ ഈ ചോദ്യം അവിടെ അപ്രസക്തമാണ്. കാരണം കേരളത്തിൽ നടന്ന പോലീസ് അട്രോസിറ്റീസ്, കേരളത്തിൽ നടന്ന പോലീസിൻ്റെ കസ്റ്റഡി മരണം, ഈ കസ്റ്റഡി മരണത്തെക്കുറിച്ചാണ് ചോദ്യം ചെയ്യുന്നതെന്നേ. കാര്യം അത് ജനകീയ വിഷയമാണ്. നാളെ ഇതുപോലെ മറ്റൊരാൾക്ക് സംഭവിക്കാതിരിക്കാൻ, രാജനെ പോലെ, ഉദയകുമാറിനെ പോലെ, കുണ്ട്ര സ്വദേശിയെ പോലെ ആ വ്യക്തിയെ പോലെയോ നാളെ മറ്റൊരാൾക്ക് സംഭവിക്കാതിരിക്കാൻ എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയും മുഖ്യമന്ത്രിക്ക് എന്നുള്ള ചോദ്യത്തിന് പകരം വെക്കേണ്ട മറുപടിയോ ചോദ്യമോ ആണോ ഈ പിന്നീട് വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി എന്നോട് ചോദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരം പറഞ്ഞത്? അതവിടെ വിഷയത്തിൽ നിന്നും അദ്ദേഹം വളരെ കൃത്യമായി, വളരെ തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറുന്ന സ്ഥിതിവിശേഷമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ ഒരു പ്രസക്തിയുമില്ലാത്ത ചോദ്യം. ശരി, പിന്നെ കേന്ദ്ര കമ്മിറ്റിയിൽ വിമർശനം ഉണ്ടായിരുന്നു, അതായത് ഈ പറയുന്ന യോഗി ആദിത്യനാഥിൻ്റെ പ്രസംഗം ശബരിമല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വായിച്ച് തെറ്റായിപ്പോയി, അതൊരു തരം വർഗീയ പ്രീണനമായി പോയി എന്നുള്ള തരത്തിൽ പറഞ്ഞിരുന്നു. ശരി തന്നെയാണ്, അതിൽ നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അത് ജനകീയ വിഷയമേ അല്ല, അത് അവരുടെ മാത്രം, CPMൻ്റെ മാത്രം വിഷയമാണ് എന്നുള്ളതാണ് നമുക്ക് ആ കാര്യത്തിൽ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഇനി മറ്റു ചില കാര്യങ്ങളിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ, വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി കഴിഞ്ഞ കാലം നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ പ്രസ്താവനകളെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ്. ശരി, ഇനി സംഘപരിവാർ അജണ്ട ഇല്ല എന്ന് തന്നെ വെച്ചോളൂ. വി ഡി സതീശൻ സംഘപരിവാർ അജണ്ടയില്ലാതെ മതേതരമായി മുന്നോട്ട് പോകുന്നു. കേന്ദ്ര സർക്കാരിനോട് ഭയമില്ല, നരേന്ദ്രമോദിയോട് പേടിയില്ല, അമിത്ഷായോട് തീരെയും പേടിയില്ല, ആരോടും അല്ലെങ്കിൽ കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ മുന്നോട്ട് പോവുകയാണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ജെൻസി സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നടത്തിയ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ നടത്തിയിട്ടുള്ള ഐക്യദാർഢ്യ സമരങ്ങൾക്കെതിരെ നടത്തിയ കേസുകൾ പിൻവലിക്കില്ല എന്ന് പറയാനൊരു ആർജവം കാണിക്കാത്തത് എന്തുകൊണ്ടാണ്? അത് പറയേണ്ടതല്ലേ? ഞങ്ങൾ ആ സമരത്തിൽ പിടിക്കപ്പെട്ടിട്ടുള്ള, അതായത് ഡൽഹിയിൽ ജന്തർ മന്ദറിൽ സമരമിരുന്ന CJP പ്രവർത്തകരെയും SFI പ്രവർത്തകരെയും അടക്കമുള്ള ഈ ഇടതുപക്ഷ സ്റ്റുഡൻസ് യൂണിയനിൽപ്പെട്ട പലരെയും അവർ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. അറസ്റ്റ് ചെയ്ത സമയത്ത് ഇവിടെ കേരളത്തിൽ സമാനമായ സ്ഥിതിവിശേഷം, സമാനമായ രീതിയിൽ പ്രൊട്ടസ്റ്റുകൾ സംഘടിപ്പിക്കും. സ്വാഭാവികമാണ്. ഒരു ദേശീയ തലത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമരത്തിന് കേരളത്തിൽ പിന്തുണ കൊടുക്കണം. വേടനടക്കമുള്ള, അലോഷി അടക്കമുള്ള കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകരടക്കമുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുത്തു, സമരപരിപാടിയിൽ പങ്കെടുത്തു. അങ്ങനെയുള്ളവർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു. ആ കേസുകൾ ഞങ്ങൾ പിൻവലിക്കില്ല എന്ന് പറയാനുള്ള ആർജവം എന്തുകൊണ്ടാണ് സതീശൻ കാണിക്കാത്തത്? ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരം നടത്തിയവർക്കെതിരായി എടുത്ത കേസുകൾ പിൻവലിക്കാൻ അവർ തയ്യാറായി. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വാക്കുകൊണ്ട് പോലും ഈ കേന്ദ്ര സർക്കാരിനെ നോവിക്കാത്തതാരാണ്? അത് വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഈ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്? എന്നിട്ട് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആഭ്യന്തര വിഷയത്തിൽ തലയിട്ടുകൊണ്ട് എന്തിനാണ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം, പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ അങ്ങനെ ചോദ്യം ചോദിക്കണമെന്ന് വാശി പിടിക്കുന്നത് എന്ന് മാത്രമാണ് മനസ്സിലാകാത്തത്.